ഹായ് ഫ്രണ്ട്സ്, അദ്വൈതത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ അദ്വൈത ഡയറീസിന്റെ പേരിൽ ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്? അത്ത ഇടാൻ പോകണം അല്ലേ? നമ്മൾ ഇന്ന് അത്ത ഇടാൻ പോവുകയാണ്. അപ്പൊ അത്ത ഇടാൻ വേണ്ടി ഞങ്ങൾ പൂവൊക്കെ പറിക്കട്ടെ. പൂ പറിച്ചിട്ട് നമുക്ക് അത്ത ഇടണം. അപ്പൊ രണ്ടുപേരും രാവിലെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്, അത്തമിടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെതായ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇപ്പോൾ അവരോടൊപ്പം അത്തയിടാൻ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പൂരിക്കാൻ പോകാം. ഓക്കെ, വരും. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഞങ്ങൾ ഇവിടെയൊക്കെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ? ദേ ജമന്തിപ്പൂ. അപ്പോൾ ഇതൊക്കെ എല്ലാം അടത്തെടുക്കണം. ഈ പൂക്കൾ എല്ലാം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പോകും. വന്നോളൂ. ജമന്തി നമുക്ക് ഇറക്കാം. പൂവൊക്കെ പറിച്ച് ഇതിലോട്ടിട്ടോ. എന്നിട്ട് തന്നെ അപ്പോൾ ഇത് ജമന്തിപ്പൂ. അപ്പോൾ ഈ പൂവൊക്കെ കളക്ട് ചെയ്ത് ചെറിയൊരർത്ഥം നമ്മുടെ ഓണമായിട്ട് ആദ്യയുടെയും നമ്മുടെ ആദ്യയുടെയും സിദ്ധുവിൻ്റെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞത്ത് എല്ലാ വർഷവും ഇടും. നമ്മൾ തിരുവോണത്തിന് അത്ത ഇടും. പക്ഷേ ഇത്തവണ പൂക്കൾ വാങ്ങാൻ കിട്ടിയില്ല. പൂ വാങ്ങിയില്ലായിരുന്നു. ഇവിടെ നിൽക്കുന്ന എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തികയൊന്നും അറിയത്തില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ പെട്ടെന്ന് വരച്ച് അവിടെ അതും കൂടെ എടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതേ ഈ പൂ വരച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ? ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇതെടുക്കാം. അതെല്ലാം ഈ കവറിലോട്ട് മറക്കിയെടുത്തേ. അത്തമിടാൻ തുടങ്ങിയിട്ടുണ്ട്. ബാബാ മോയ് ഈ അവിടെ വാ. ആദ്യക്കുട്ട അവിടെ വന്നേ. അല്ല, സിറ്റുക്കുട്ട അവിടെ വന്നേ. അവിടെ ഇരുമോ. അവിടെ ഇരുന്ന് ഈ പൂവൊക്കെ പിച്ചു. അപ്പൊ ദേ ഫ്രണ്ട്സ്, കണ്ടോ? ദേ ഇത് നമ്മുടെ ബോളരളിയുടെ ഇലയാണ്. അപ്പൊ ഇത് നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഈസിയാണ് അത്തയുടെ. അപ്പൊ നമ്മളിവിടെ ഈ ബോളരളിയുടെ ചെടി നിപ്പുണ്ടോ? അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ തിരുവോണം വന്നു. അപ്പൊ നമ്മൾ വീഡിയോ പിടിക്കുമ്പോ എന്തായാലും അത്ത ഇടാതെ പറ്റില്ലല്ലോ അല്ലേ സിദ്ധുകൂട്ട? സദ്യ ഫ്രണ്ട്സ്, കുറച്ച് പൂവേ കിട്ടിയിട്ടുള്ളൂ. കുറച്ച് പൂവുണ്ട്. നമ്മൾ
നമുക്ക് വയലത്തൊരു പൂവുണ്ട്, അത് അടക്കാൻ പോകും. പറിക്കേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വാഴയിലെടുക്കാൻ പോവാണ് സദ്യ കഴിക്കാൻ. വാഴ സിനിമയല്ല, ഓ കോമഡി. ഇപ്പോൾ നമുക്ക് എടുക്കാൻ പോകാം ഗൈസ്. വാഴയിലേക്ക് എടുത്തിട്ടുണ്ട്, കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സദ്യ കഴിക്കാം. നമ്മളുടെ ഫസ്റ്റ് ചോറാണ് വിളമ്പിയെ, കൂട്ടാനൊക്കെ അടുത്ത് വിളമ്പുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സദ്യയുടെ പ്രത്യേകത. ഫസ്റ്റ് ചോറ്, ലാസ്റ്റ് കൂട്ടാൻ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതേ ഓണം പ്രമാണിച്ച് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തു അങ്ങോട്ട് പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. നല്ല ഭംഗിയാണ്, മനോഹരമായ കുറച്ച് വർണ്ണ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ പോവാം. കളുടെയൊക്കെ പല പല വർണ്ണങ്ങളിലും വിസ്മയ ലോകം പോലെ തോന്നുന്നു. ഞങ്ങള് ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് 3-4 ദിവസം, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നേ. അപ്പൊ ഇപ്പൊ കാണുന്നത് പോലെയല്ല, കുറച്ചൊരു അരമണിക്കൂറുടെ കഴിഞ്ഞപ്പോ ഈ റോഡില് കാല് വെക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കുറ്റിച്ച പഞ്ചായത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ആർഭാടമായിട്ട് ഒരു ഓണപരിപാടി നടത്തിയത്. റോഡിന്റെ 2 സൈഡുകളിലും ഒത്തിരി ആൾക്കാർ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ, വഴിയോര കച്ചവടക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പല പല സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ വെച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. പാനിപ്പൂരി അങ്ങനത്തെ സംഭവം, പിന്നെ കമ്മല്, പൊട്ട്, വള, ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം വെച്ച്. പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷമാണ് ഇത് ആദ്യമായിട്ട് ഇത്രയും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഇവിടെ റൈഡുകളൊക്കെ, ചെറിയ കാർണിവൽ, അതിൽ പല റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും കയറാൻ നിന്നില്ല. അത് എത്ര സേഫ്റ്റി ആണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിലൊന്നും കയറിയില്ല. കണ്ടോ, ഇതൊക്കെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ ചെറിയ ചൈന സാധനങ്ങളാണെന്ന് തോന്നുന്നു. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ, ഞങ്ങൾ അതിൽ നിന്നൊന്നും വാങ്ങിയില്ല. അപ്പൊ എന്തുകൊണ്ട് നല്ല മനോഹരമായി തോന്നി ഇത്തവണത്തെ ഓണപ്പരിപാടി. അപ്പോൾ ഇതുപോലെയല്ല, അങ്ങോട്ടൊക്കെ നല്ല ലൈറ്റിൻ്റെയൊക്കെ, പിന്നെ വേറെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്നത് വരെ അതൊന്നും തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കലാപരിപാടികളൊക്കെ ഉണ്ടെന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതിനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്ന് എല്ലാം കണ്ടിട്ട് പാനിപ്പൂരി, സിദ്ധുവിന് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കോൺ പുഴുങ്ങിയത്, അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ജസ്റ്റ് കഴിച്ചു. കുറച്ച് നേരം അവിടെ കറങ്ങി ചുറ്റി നടന്നിട്ട് പോന്നു. ഈ റൈഡിലൊക്കെ കയറണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ സേഫ് ആണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി അതിൽ കിടന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി ചുറ്റി കണ്ടിട്ട് ഞങ്ങളിങ്ങ് പോന്നു. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹാപ്പി ഓണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, ബൈ.